നമസ്കാരം. രാമായണത്തിലും മഹാഭാരതത്തിലും അത്യന്തം ആദരവോടെ പരാമർശിക്കപ്പെടുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാലകളിലൊന്നായ തക്ഷശില, ചാണക്യന്റെ പാദസ്പർശമേറ്റ മണ്ണ്, പാണിനിയുടെ വ്യാകരണത്തിന് വേദിയൊരുക്കിയ മണ്ണ്, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലൂടെ രാഷ്ട്രമീമാംസയുടെ ബാലപാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകിയ ആദ്യ ആ മഹാവിജ്ഞാന കേന്ദ്രമിന്ന് വലിയൊരു ഭീഷണി നേരിടുകയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ വടക്കൻ പഞ്ചാബിൽ സിന്ധു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിജ്ഞാന സൗധം ഇന്ന് ഒരു സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പുനർനിർമ്മാണം നടത്തുന്നു എന്ന വ്യാജേന അവിടെ നടത്തുന്നത് വെറുമൊരു അറ്റകുറ്റപ്പണിയല്ല, ഭാരതത്തിൻ്റെ ചരിത്രത്തെയും നമ്മുടെ പൂർവികരുടെ അടയാളങ്ങളെയും ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ പാകിസ്ഥാൻ നടത്തുന്ന ഗൂഢമായ ഒരു ശ്രമം കൂടിയാണിത്. സിമെന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് ചരിത്രത്തെ കുഴിച്ചുമൂടുന്ന ഈ ക്രൂരതയ്ക്ക് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക വംശഹത്യയുടെ ലക്ഷ്യമുണ്ട്. BC 1000 തന്നെ രൂപപ്പെട്ട തക്ഷശില അക്കാലത്ത് ഗാന്ധാര ദേശത്തിന്റെ അഭിമാനമായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അറിവ് തേടി വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ഇന്ന് പാകിസ്ഥാൻ സർക്കാർ ഇവിടം കൈകാര്യം ചെയ്യുന്നത് ഒരു ചരിത്ര സ്മാരകം എന്ന നിലയിലല്ല, തങ്ങളുടെ ഇസ്ലാമിക അജണ്ടകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു അന്യമത അവശിഷ്ടമായാണ്. ഇന്നലെ വരെ ഇസ്ലാമിക അധിനിവേശത്തിൻ്റെയും മുഹമ്മദ് ബിൻ കാസിമിൻ്റെയും മാത്രം വക്താക്കളായിരുന്ന പാകിസ്ഥാൻ ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തങ്ങളുടെ മുൻഗാമികളെ തേടിപ്പിടിക്കുകയാണ്. തക്ഷശിലയിലെ കല്ലുകളിൽ കോൺക്രീറ്റ് പൂശുന്നതിനോടൊപ്പം തന്നെ ലോകമാദരിക്കുന്ന സംസ്കൃത വ്യാകരണത്തിൻ്റെ പിതാവായ മഹർഷി പാണിനിയെയും കൗടില്യനെയും പോറസിനെയും തങ്ങളുടെ പൂർവികരായി ഉയർത്തിക്കാട്ടാൻ പാക് ഭരണകൂടം കാണിക്കുന്ന ഈ നാടകം തികച്ചും പരിഹാസ്യമാണ്. ഭാരതീയ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഈ മഹാന്മാരെ തങ്ങളുടേതെന്ന് അവകാശപ്പെടാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ ശ്രമം തന്ത്രപരമായ ഒരു റീബ്രാൻഡിംഗ് മാത്രമാണ്. പാകിസ്ഥാൻ്റെ ദേശീയതയും മതപരമായ കടുംപിടുത്തങ്ങളിലൂടെ മാത്രം നിർവചിച്ചു പോന്ന ഇവർ ഇപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ പ്രതിച്ഛായ മിനുക്കാനായി ഭാരതത്തിൻ്റെ ചരിത്രത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നദീതട സംസ്കാരങ്ങളെ, ഇൻഡസ് വാലി സിവിലൈസേഷനെ തങ്ങളുടേതാക്കി മാറ്റി, തക്ഷശിലയെ തങ്ങളുടെ ടൂറിസം വരുമാനത്തിനുള്ള ഉപാധിയാക്കി മാറ്റി, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് യുനെസ്കോയുടെ ഫണ്ട് കൈപ്പറ്റുക എന്നതാണ് ഈ പുനർനിർമ്മാണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. ഭാരതത്തിൻ്റെ അഖണ്ഡതയുടെയും ധർമ്മത്തിൻ്റെയും ഭാഗമായ പാണിനിയെയും തക്ഷശിലയെയും തങ്ങളുടെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ വിഹിതമായി അവതരിപ്പിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. മുഹമ്മദ് ബിൻ കാസിമിനെ ആദ്യത്തെ പാകിസ്ഥാനി എന്ന് ഔദ്യോഗികമായി വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാന് എന്ത് അവകാശമാണ് പാണിനിയുടെ വിജ്ഞാനത്തെയും പാരമ്പര്യത്തെയും സ്വന്തമാക്കാനുള്ളത്? തങ്ങളുടെ മണ്ണിലെ ഹൈന്ദവ ബുദ്ധ പൈതൃകത്തെ ദശകങ്ങളോളം ജഹില്ലിയ അജ്ഞതയുടെ കാലമെന്ന് വിളിച്ച് അവഹേളിച്ചവർ ഇന്ന് അതേ പൈതൃകത്തെ വിറ്റ് കാശാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഈ തന്ത്രത്തിന് പിന്നിലെ ഗൂഢലക്ഷ്യം ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ ചരിത്രപരമായ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുക എന്നതുകൂടിയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പാകിസ്ഥാൻ്റെ ഈ ചരിത്രപരമായ കള്ളക്കളികൾക്ക് കൂട്ടുനിൽക്കുന്നത് ഭാരതത്തിൻ്റെ സാംസ്കാരിക അധിനിവേശത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയം കൂടിയാണ്. പാണിനി ജനിച്ചതും വളർന്നതും സംസ്കൃതത്തിൻ്റെ ശീലുകൾ ലോകത്തിന് പകർന്നു നൽകിയതും ഭാരതത്തിൻ്റെ സനാതന സംസ്കാരത്തിലാണ്. പാകിസ്ഥാൻ്റെ ഈ ഇന്നത്തെ ഭൂപടത്തിനുള്ളിൽ തക്ഷശില സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ആ സംസ്കാരം പാകിസ്ഥാൻ്റേതാകുന്നില്ല. തങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിജ്ഞാന കേന്ദ്രത്തിൻ്റെ പേരിൽ അന്താരാഷ്ട്ര അംഗീകാരം പിടിച്ചുപറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. ചരിത്രത്തെ വളച്ചൊടിക്കാനും ഭാരതത്തിൻ്റെ വേരുകളെ അറുത്തുമാറ്റാനും നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ പാകിസ്ഥാൻ്റെ ആത്മവിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത്. തങ്ങൾക്ക് സ്വന്തമായൊരു നാഗരിക പൈതൃകമില്ലാത്തത് കൊണ്ടാണ് ഭാരതത്തിൻ്റെ മഹത്തായ ചരിത്ര പുരുഷന്മാരെ തങ്ങളുടേതെന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ അവർ നെട്ടോട്ടമോടുന്നത്. പാണിനിയുടെ അറിവ് ഭാരതത്തിൻ്റേതാണ്, അതെന്നും ഭാരതത്തിൻ്റേത് മാത്രമായിരിക്കും. കോൺക്രീറ്റ് തേച്ചാലും ചരിത്രത്തിൻ്റെ ആത്മാവ് ഭാരതത്തോടാണ് ചേർന്ന് നിൽക്കുന്നത്. അത് ഒരിക്കലും പാകിസ്ഥാൻ്റെ വ്യാജ അവകാശവാദങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. മൊഹ്ര മുറാദുവിലും സിർക്കാപ്പിലും ഇന്ന് നടക്കുന്നത് ചരിത്രത്തിൻ്റെ കൊലപാതകമാണ്. പുരാതന ശിലകൾ ഇളക്കി മാറ്റി അതിന് പകരം ഗുണനിലവാരമില്ലാത്ത സിമെന്റ് തേച്ച് പിടിപ്പിക്കുന്നത് എന്തിനാണ്? പുരാവസ്തു ഗവേഷണത്തിൽ പ്രാമാണികതയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ പാകിസ്ഥാൻ ആ പവിത്രതയെ കച്ചവടവൽക്കരിക്കുകയാണ്. സിമെന്റ് തേച്ച് മിനുക്കിയെടുക്കുമ്പോൾ തക്ഷശിലയുടെ ആ പഴയ പ്രൗഢിയും തനിമയും നഷ്ടപ്പെടുന്നു. കല്ലുകൾക്ക് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി ഈർപ്പം തങ്ങി നിർത്തി അവ പൊടിഞ്ഞു പോകാൻ കാരണമാകുന്നു. പാകിസ്ഥാൻ മനഃപൂർവ്വമാണ് ഇതിന് അവസരമൊരുക്കുന്നത്. ഈ കല്ലുകൾക്ക് പോലും സംസാരിക്കാനുള്ളത് ആയിരക്കണക്കിന് വർഷത്തെ ഭാരതീയ പാരമ്പര്യത്തെക്കുറിച്ചാണ്.
ആ ശബ്ദത്തെയാണ് സിമന്റ് കൊണ്ട് പാകിസ്ഥാൻ അടച്ചുവെക്കുന്നത്. എന്തുകൊണ്ടാണ് തക്ഷശില പാകിസ്ഥാൻ തിരഞ്ഞെടുത്തത് എന്നൊന്ന് നോക്കാം. അതിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. 1947 ശേഷം പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിലെ ഹൈന്ദവ, ബുദ്ധ, ജൈന പൈതൃകങ്ങളെ ബോധപൂർവം അവഗണിച്ചു വരികയാണ്. തക്ഷശില ഒരു ഭൗതിക കേന്ദ്രമായിരുന്നില്ല, ഭാരതീയ പൈതൃകത്തിന്റെ പ്രതീകമായിരുന്നു. പാകിസ്ഥാൻ ഇന്ന് തങ്ങളുടെ ജനതയെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിന് മുൻപുള്ള ചരിത്രം തങ്ങളുടേതല്ല എന്നാണ്. ഈ ഒരു വികലമായ ചിന്താഗതിയാണ് തക്ഷശിലയിലെ കല്ലുകൾക്ക് നേരെയും തിരിയുന്നത്. പുരാവസ്തുക്കൾ പൊളിച്ച് സ്റ്റേഡിയം പണിയാൻ വരെ പദ്ധതിയിട്ടവരാണിവർ. വലിയ പ്രതിഷേധമുയർന്നതുകൊണ്ട് മാത്രം ഉപേക്ഷിച്ച ആ പദ്ധതി ഇപ്പോൾ മറ്റൊരു രീതിയിൽ പുനർനിർമ്മാണം എന്ന പേരിൽ നടത്തുന്നു. ഇത് സാംസ്കാരിക അധിനിവേശമാണ്. തങ്ങളുടെ മണ്ണിൽ ഒരു കാലത്ത് ഉയർന്നു വന്ന ക്ഷേത്ര ഗോപുരങ്ങളും വിജ്ഞാന കേന്ദ്രങ്ങളും ഇല്ലാതാക്കുക എന്നത് പാക് ഭരണകൂടത്തിന്റെ സ്ഥിരം പരിപാടിയാണ്. തക്ഷശിലയിൽ മാത്രമല്ല, പാകിസ്ഥാന്റെ മുക്കിലും മൂലയിലും ഭാരതീയ പൈതൃകം അനാഥമായി കിടക്കുന്നു. മഹാഭാരതത്തിലെ പാണ്ഡവർ വാസമുറപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കറ്റാസ് രാജ് ക്ഷേത്ര സമുച്ചയം ഇതിനൊരു ഉദാഹരണമാണ്. പുണ്യ ജലാശയം വറ്റി വരണ്ടുപോയത് അവിടെയുള്ള വ്യവസായങ്ങൾ കാരണമാണ്. വടക്കൻ പഞ്ചാബിലെ ഈ ക്ഷേത്ര സമുച്ചയം ഇന്ന് പലയിടത്തും തകർക്കപ്പെട്ട നിലയിലുമാണ്. ക്ഷേത്രക്കുളത്തിലെ ജലനിരപ്പ് കുറയാൻ കാരണം പരിസരത്തെ വ്യവസായവൽക്കരണമാണെന്നത് ആഗോളത്തിൽ ആരോപണവുമുണ്ട്. അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ ഹൻഗോരാജ് ക്ഷേത്രങ്ങളാകട്ടെ പരിപാലനമില്ലാതെ കാട് പിടിച്ച് നശിക്കുകയാണ്. സിന്ധിലും പഞ്ചാബിലും ചിതറിക്കിടക്കുന്ന നൂറുകണക്കിന് ചെറിയ ക്ഷേത്രങ്ങൾ ഇന്ന് ആൾപ്പാർപ്പില്ലാത്ത കന്നുകാലി തൊഴുത്തായി മറ്റും ഉപയോഗിക്കപ്പെടുന്നു. അധിനിവേശക്കാർ ഇങ്ങനെയൊക്കെ ചെയ്ത് ഭാരതത്തിന്റെ സ്മരണകളെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു. ഒരു ജനതയുടെ ചരിത്രം ഇല്ലാതാക്കിയാൽ ആ ജനതയുടെ അഭിമാനവും ഇല്ലാതാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്നാൽ ഭാരതീയ പൈതൃകം അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാനാവുന്നതല്ല. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ പ്രകാരം ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ ഓരോ രാജ്യത്തിനും ബാധ്യതയുണ്ട്. പുരാവസ്തുക്കളെ പഴയതുപോലെ നിലനിർത്തണം. എന്നാൽ പാകിസ്ഥാൻ സിമെന്റും ടൈലും ഉപയോഗിച്ച് ഇതിനെ നവീകരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണ്. ചരിത്ര സ്മാരകങ്ങളെ മനഃപൂർവ്വം നശിപ്പിക്കുന്നത് ഹെറിറ്റേജ് സൈറ്റ് എന്ന പദവിയിൽ നിന്ന് പുറത്താക്കുന്നതിനും ഉപരോധങ്ങൾക്കും കാരണമാകും. പാകിസ്ഥാൻ തങ്ങളുടെ അജ്ഞത കൊണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ പരിഹസിക്കുകയാണ്. ലോക പൈതൃക പട്ടികയിലുള്ള ഒരു സ്ഥലം സംരക്ഷിക്കാൻ പരാജയപ്പെടുന്നത് ആ രാജ്യത്തിന്റെ സാംസ്കാരിക പാപ്പരത്വമാണ് വ്യക്തമാക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ ചരിത്രത്തെ വേട്ടയാടുന്ന പാകിസ്ഥാന്റെ ഈ ചെയ്തികൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഇനിയും കണ്ണടയ്ക്കരുത്. അപകടത്തിലാക്കിയ ചരിത്ര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ആ പരിഹാസം തുടരുകയാണ്. പ്രമുഖ പുരാവസ്തു ഗവേഷകൻ ഈ നടപടിയെ സിമെന്റ് ടെററിസം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ചെയ്യുന്നത് അറ്റകുറ്റപ്പണിയല്ല, തെളിവ് നശിപ്പിക്കലാണ്. ബുദ്ധമത പണ്ഡിതന്മാരും സമാനമായ അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. തക്ഷശിലയിലെ ബുദ്ധമത കേന്ദ്രങ്ങൾ ഇസ്ലാമികവൽക്കരണത്തിന്റെ ഭാഗമായി മനഃപൂർവ്വം വികൃതമാക്കപ്പെടുന്നു എന്നത് ആഗോളതലത്തിൽ ചർച്ചയാകേണ്ട വിഷയം കൂടിയാണ്. ചരിത്രത്തെ അപമാനിക്കുന്ന ഒരു രാജ്യത്തിന് ഭാവി ഉണ്ടാകില്ല. ചരിത്രകാരനായ ഡോക്ടർ AK ശർമ്മ പറയുന്നത് ഇങ്ങനെയാണ്: പുരാതന ശിലകളിൽ പ്ലാസ്റ്ററിംഗ് നടത്തുന്നത് അവയുടെ ആയുസ് കുറയ്ക്കും. 5000 വർഷം അതിജീവിച്ച കല്ലുകൾ അടുത്ത 50 വർഷത്തിനുള്ളിൽ പൊടിഞ്ഞു പോകും. പാകിസ്ഥാൻ ചെയ്യുന്നത് അറ്റകുറ്റപ്പണിയല്ല, തെളിവ് നശിപ്പിക്കലാണ്. നമ്മുടെ ചരിത്രം, നമ്മുടെ അറിവ്, നമ്മുടെ പൈതൃകം അതെല്ലാം പാകിസ്ഥാനിലെ മണ്ണിൽ കിടക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഭാരതത്തിന് ഉത്തരവാദിത്വമുണ്ട്. ചരിത്രം എന്നത് വെറുമൊരു ഭൂതകാലമല്ല, അത് നമ്മുടെ നിലനിൽപ്പിന്റെ അടിത്തറയാണ്. തക്ഷശിലയെ തകർക്കുന്നത് ഭാരതത്തിന്റെ വേരുകളെ മുറിക്കാൻ നോക്കുന്നതിന് തുല്യമാണ്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തണം. യുനെസ്കോയുടെ സമ്മർദ്ദം പാകിസ്ഥാനുമേൽ വർദ്ധിപ്പിക്കണം. തക്ഷശിലയുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമിതി രൂപീകരിക്കാനും പാകിസ്ഥാന്റെ ഈ നശീകരണ പ്രവർത്തനങ്ങൾ തടയാനും ഭാരതം മുൻകൈയെടുക്കണം. ലോകമെമ്പാടുമുള്ള ഭാരതീയർ ഇതിനെതിരെ തെരുവിലിറങ്ങണം. നമ്മുടെ പൈതൃകം സംരക്ഷിക്കാൻ ആഗോളതലത്തിൽ ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ തന്നെ തക്ഷശില പറയുന്നത് ഭാരതത്തിന്റെ കഥ തന്നെയാണ്. അവരുടെ സിമന്റ് പൂശലുകൾക്ക് ആ കഥയെ മൂടിവെക്കാൻ കഴിയില്ല. തക്ഷശില കല്ലുകൾ ഓരോന്നും സാക്ഷ്യം പറയുകയാണ്. പാകിസ്ഥാന്റെ സാംസ്കാരിക അധിനിവേശം വിജയിക്കില്ല. തക്ഷശിലയല്ല, നിങ്ങളുടെ പാകിസ്ഥാന്റെ അസ്തിത്വം തന്നെയാണെന്ന് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ചരിത്രത്തെ അവഗണിക്കുന്നവർക്ക് ഒരു ഭാവി ഉണ്ടാകില്ല. ഈ പൈതൃകം വീണ്ടെടുക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും അവകാശമാണ്. നമ്മുടെ പൂർവികർ നമുക്ക് തന്ന ദൗത്യം കൂടിയാണിത്. ഒരു കോൺക്രീറ്റുകൾക്കും ഈ നമ്മുടെ ചരിത്രത്തെ മറയ്ക്കാൻ കഴിയില്ല. തക്ഷശിലയുടെ ആത്മാവ് ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്നു. ഏതെങ്കിലും അല്പബുദ്ധികളുടെ കയ്യിൽപ്പെട്ട് ഈ മഹാവിജ്ഞാന കേന്ദ്രം തകർന്നു പോകാൻ നമ്മൾ അനുവദിക്കരുത്. ഇത് കേവലം ഒരു വാർത്തയല്ല, നമ്മുടെ അഭിമാനത്തിന് നേരെയുള്ള വെല്ലുവിളി കൂടിയാണ്. ആ വെല്ലുവിളിയെ നേരിടാൻ ഭാരതം സജ്ജമാണ്. ഒരു നാട് അതിൻ്റെ ചരിത്രത്തെ സംരക്ഷിക്കുമ്പോഴാണ് സാംസ്കാരികമായി വളരുന്നത്. എന്നാൽ പാകിസ്ഥാൻ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ആഗോളതലത്തിൽ ഭാരതീയർ ഒന്നിച്ചു നിൽക്കണം. തക്ഷശിലയുടെ ഓരോ കല്ലും നമുക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെ തകർക്കാൻ അനുവദിക്കില്ല എന്ന ശക്തമായ പ്രഖ്യാപനം ലോകം കേൾക്കണം.
ഇതൊരു വലിയ സാംസ്കാരിക പോരാട്ടത്തിന്റെ തുടക്കമാണ്. പാകിസ്ഥാനിലെ ഹൈന്ദവ സ്മാരകങ്ങളെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ നയതന്ത്രത്തിലുള്ള ഇടപെടലുകൾ ഇനിയും ശക്തമാക്കണം. ഭാരതീയർക്ക് തങ്ങളുടെ വേരുകളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ആ വേരുകൾ തകർക്കാൻ നോക്കുന്നവർക്ക് ഭാരതം മറുപടി നൽകും. ചരിത്രത്തെ വികലമാക്കുന്ന പാകിസ്ഥാന്റെ ഓരോ നീക്കത്തെയും ഞങ്ങൾ നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ പോരാട്ടം വിജയം കാണുന്നതുവരെ നമ്മൾ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. തക്ഷശില എന്നും ഭാരതത്തിന്റെ അഭിമാനമാണ്. ആ അഭിമാനം തകർക്കാൻ പാകിസ്ഥാൻ കാണിക്കുന്ന ഈ കള്ളക്കളിക്ക് ലോകം മറുപടി നൽകും. യുനെസ്കോയുടെ അന്ത്യശാസനം പാകിസ്ഥാൻ അർഹിക്കുന്നതിലും മുകളിൽ ലഭിക്കേണ്ടതാണ്. ഭാരതം മാപ്പ് നൽകില്ല എന്നത് പാകിസ്ഥാൻ ഓർക്കുന്നത് നല്ലതാണ്. ഭാരതത്തിന്റെ മറുപടി ചിലപ്പോൾ പാകിസ്ഥാന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. തലമുറകളിലേക്ക് കൈമാറേണ്ട ഭാരതീയ വിജ്ഞാനത്തിന്റെ ഈ പ്രതീകം നമ്മൾ ഉറപ്പായും സംരക്ഷിക്കും. അതിനായി നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.